ഹലോ ഹായ്. ആട് 3 എന്താ പറയുക, കുറേ ഫാൻ ബേസ് ഉള്ള കുറേ കഥാപാത്രങ്ങളുടെ അവരുടെ ഒരു എന്താ പറയുക, വീണ്ടും വീണ്ടും തിയേറ്ററിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ കഥാപാത്രങ്ങളുടെ ആടെന്ന് പറയുന്ന ബ്രാൻഡായ ഒരു സിനിമയുടെ മൂന്നാം ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ അമരക്കാരൻ മിഥുൻ മാനുവൽ തോമസ്, അദ്ദേഹമാണ് കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിജയബാബു. ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ അണിയർ പ്രവർത്തകരെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ചൊന്നും ഒരുപാട് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വീണ്ടും വീണ്ടും തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന, ഇനി ഒരുപാട് ഭാഗങ്ങൾ എടുത്താലും നമ്മൾ വീണ്ടും തിയേറ്ററിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു ബ്രാൻഡ്. അതുകൊണ്ടാണ് ഞാൻ ബ്രാൻഡ് എന്ന് പറയുന്നത്. ആട് എന്ന് പറയുന്ന സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, എനിക്കൊരു ഒരു ഓക്കെ ഓക്കെ ഒരു ഫീലാണ്. ഒരു പക്ഷേ എനിക്ക് വർക്കായ പോലെ അത്രയ്ക്കും വർക്കാവാത്ത ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഒരു പക്ഷേൽ കുടുങ്ങിക്കിടക്കുകയാണ് ആടെന്ന് പറയുന്ന സിനിമ. അതിൻ്റെ എന്ന് വെച്ചാൽ തീരെ മോശമാണെന്നല്ല എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. അതിൻ്റെ കാരണം പറയുമ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, അതിന് കാരണത്തിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഒരു ഇൻ്റർവ്യൂവിനകത്ത് മിഥുൻ മാനുവൽ പറഞ്ഞിട്ടുള്ളത്, ഡയറക്ടർ പറഞ്ഞത്, ഒരു എപ്പിക് ഫാൻറ്റസി വേൾഡിൽ ആദ്യമായിട്ടായിരിക്കും ഒരു തമാശ സിനിമ കൊണ്ടുവരുന്നത്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ, കേരളത്തിലല്ല, മലയാളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ഒരു എപ്പിക് ഫാൻറ്റസി വേൾഡിൽ ഒരു തമാശ സിനിമ പറയുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വലിയൊരു ക്യാൻവാസിൽ തമാശ പറയുമ്പോൾ നമുക്കൊരു കൗതുകം ഉണ്ടായിരുന്നു ആ സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ എപ്പിക് ഫാൻറ്റസി വേൾഡ് അത് അടിപൊളിയാണ്. അതിനകത്ത് ഒരു തർക്കമില്ല, കിടിലം വേൾഡാണ്. പക്ഷേ അങ്ങനെ അവരൊരു വേൾഡ് സൃഷ്ടിക്കപ്പെടുമ്പോൾ നമുക്ക് മിസ്സാവുന്ന കുറച്ച് കാര്യങ്ങൾ. ഒരു 10 വർഷത്തിന് ശേഷമാണ്, ഒരു 8-10 വർഷത്തിന് ശേഷമാണ് ആടെന്ന് പറയുന്ന രണ്ടാം ഭാഗത്തിന് ശേഷം മൂന്നാം ഭാഗം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മിസ്സാവുന്ന കുറേ പരിപാടികളുണ്ട്. ആടെന്ന് പറയുന്ന സിനിമ സ്വാഭാവികമായിട്ട് എന്താണ് ആട്, നമ്മൾ ആടെന്ന് പറയുന്ന സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ. കുറേ മണ്ടന്മാരായിട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ, അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള മണ്ടത്തരം ഉണ്ടല്ലോ, ആ മണ്ടത്തരം നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട് ഒരുപാട്. ഇപ്പോൾ ക്യാപ്റ്റൻ ക്ലീറ്റസ് ആയിക്കോട്ടെ, സാത്താൻ സേവിയർ, അതുപോലെ സർവത്ത് ഷമീർ, അങ്ങനെ ഒരു അബു, അറക്കൽ അബു, പിന്നെ ഷാജിബാബൻ ഓൾവേസ്, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുള്ളൂ. ഇവരുടെയൊക്കെ മണ്ടത്തരത്തിന്മേലുണ്ടാവുന്ന, നിഷ്കളങ്കമായ മണ്ടത്തരത്തിന്മേലുണ്ടാവുന്ന തമാശകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആടെന്ന് പറയുന്ന സിനിമ കാണാൻ പോകുന്നത്. അവർക്കത് ഏത് വേൾഡിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, വലിയൊരു വേൾഡിൽ അവർ എന്താ പറയുക, ഒരു എപ്പിക് വേൾഡിൽ അവർ ഈ കഥ പറയുമ്പോൾ അവിടെ എവിടേക്കോ നമ്മൾ എൻജോയ് ചെയ്ത മിസ്സായി പോയ തമാശകൾ ഉണ്ടായില്ല. അതാണ് ഈ സിനിമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അടി എന്ന് ഞാൻ കരുതുന്നു. ഒരു പക്ഷേ നമ്മൾ അത്തരം നല്ല നല്ല തമാശകൾ കൂടി ഇൻക്ലൂഡ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയേനെ എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ എപ്പിക് ഫാൻറ്റസിയിൽ വരുന്ന ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ, ഞാൻ വീണ്ടും പറയുന്നു, അത് കിടിലം പരിപാടിയാണ്. പക്ഷേ അത് ഭയങ്കരമായ ലെങ്തായിപ്പോയി. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അതിലുള്ള കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഇതിങ്ങനെ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ പോയി ഓരോ സീൻ ബൈ നമ്മളിങ്ങനെ കാണിച്ചു. തുടക്കത്തിൽ ഷാജിപ്പാപ്പൻ്റെ ഒക്കെ നിലവിലുള്ള സാധനമാണ് കാണിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ചേഞ്ചായി ടൈം ട്രാവലർ പോലെ ഒരു പഴയ ഒരു എപ്പിക് പരിപാടിയിലോട്ട് വരുന്നു. അവിടെ നിന്ന് അങ്ങനെ എന്താ പറയുക, അതിങ്ങനെ വലിഞ്ഞ് പോവുകയാണ്. പിന്നെ നമുക്ക് മിസ്സായ കുറച്ച് സാധനങ്ങൾ കിട്ടുന്നത് ഇൻ്റർവെല്ലിന് ശേഷമാണ്. അവിടെ വരെ സിനിമ ഭയങ്കര ഇഴച്ചിലാണ്. ഒരു പക്ഷേ അവർ എന്താ വെച്ചാൽ, ഈ ഒരു പ്രത്യേക സ്പോയിലറൊന്നുമല്ല, ഇൻ്റർവ്യൂവിനകത്ത് എല്ലാവരും പറയുന്നത് വെച്ചാൽ, ഒരു സാധനത്തിന് പുറകെ ഓടുന്ന കുറേ മണ്ടന്മാരാണല്ലോ എന്താ പറയുക ആട് എന്ന് പറയുന്ന സിനിമയുടെ ഉള്ളത്. അപ്പം ഇതിലും അങ്ങനെ തന്നെയാണ്. അപ്പം 2 ടൈം ലൈനിൽ ഈ മണ്ടന്മാർ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഈ സെക്കൻഡ് ഭാഗത്തിൽ ഈ എന്താ പറയുക, ഈ പ്രസൻറ്റിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ ഭൂതകാലത്തിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എപ്പിക് ഫാൻറ്റസി പരിപാടി കാണിച്ചിട്ടുള്ളത്. അവിടെ ഭയങ്കരമായ ലെങ്തായിപ്പോയി. ആ ഒരു ഒറ്റ പ്രശ്നം കൊണ്ട് എന്താ പറയുക, ഈ സിനിമ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഒരുപോലെ തന്നെ നമ്മൾ കുറേ ക്ലീശേ തമാശകൾ, അതുപോലെ തന്നെ ചളി കോമഡികൾ. എനിക്ക് തോന്നിയത് ഈ സാത്താൻ സേവിയറിൻ്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര ഫ്ലോപ്പായിപ്പോയി, ഭയങ്കരമായ ഫ്ലോപ്പ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്ലോപ്പായ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് സാത്താൻ സേവിയറിൻ്റെ ക്യാരക്ടറാണ്. ഡ്യൂഡ് ഒരു പക്ഷേ കുറച്ച് ഹൈയൊക്കെ ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ
മുൻ കാലഘട്ടങ്ങളിൽ കണ്ട ആട് 1 2 കണ്ട ഒരു പരിപാടി ഇതിൽ കിട്ടിയോന്ന് ചോദിച്ചാൽ അതും വന്നിട്ടില്ല. പിന്നെ ഒരു മദാമയുടെ ഒരു ക്യാരക്ടർ വന്നിട്ടുള്ള ഈ ഒരു ഹോളിവുഡ് സിനിമയിൽ ഒരു ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടറാണെന്ന് പറഞ്ഞ പേര് എനിക്കറിയില്ല. അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ എന്താ പറയുക, അവർ എക്സ്പ്രസീവ് ആയിട്ടുള്ള അഭിനയിക്കാനുള്ള കുറേ സാധനങ്ങളൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, അവരുടെ ആക്ഷൻ 1 2 സാധനങ്ങൾ കൊള്ളാം. അവരുടെ ഒരു ഓറയുണ്ട്, ഒരു കുതിരപ്പുറത്തൊക്കെ വരുന്ന പരിപാടികളൊക്കെ, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ നന്നായിട്ട് ഓറയുണ്ട്. എനിക്ക് ക്ലൈമാക്സ് കുറച്ചുകൂടി വർക്കായി. എന്ന് വെച്ചാൽ ഒരു ടൈം ട്രാവൽ പരിപാടി, ഞാൻ സ്പോയിലർ ആക്കുന്നില്ല, ടൈം ട്രാവൽ പരിപാടികളിൽ 2 കഥാപാത്രങ്ങൾ 2 ഇടത്തായിട്ട് വരുന്ന ഒരു പരിപാടി, അത് നല്ല രസമായി. എനിക്ക് നല്ലൊരു ഹൈ മൊമെൻറ്റ് കിട്ടി. അത് ഒഴിച്ചിരുത്തി കഴിഞ്ഞാൽ കുറേ തമാശകൾ, പ്രത്യേകിച്ച് ധർമ്മജൻ്റെ തമാശകളൊക്കെ കുറേയൊക്കെ ചളി കോമഡികളായിരുന്നു. ഷാജി പാപ്പൻ്റെയും ചളി കോമഡികളുണ്ടായിരുന്നു. ഇവർ ഇങ്ങനൊരു വലിയൊരു വേൾഡിൽ തമാശ പറയുന്നു എന്നുള്ള സംഭവമൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ അതിൽ തമാശയുടെ എലമെൻറ്റ്സ് കുറവായിപ്പോയി. നമ്മൾ എൻജോയ് ചെയ്യുന്ന, നമ്മൾ മിസ്സായിപ്പോയ കുറേ തമാശകളുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. ഷാൻ റഹ്മാൻ്റെ കൂടെ ഒരു പേര് കൂടിയുള്ളത് ഡോൺ വിൻസെൻ്റ്. എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോൺ വിൻസെൻറ്റിൻ്റെ പേര് ഇവിടെ കാണുന്നുണ്ട്. ക്യാമറ ചെയ്തിരിക്കുന്നത് അഖിൽ ജോർജ്, എഡിറ്റ് ചെയ്തിരിക്കുന്നത് ലിജോ പോൾ. ഈ സിനിമയിൽ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ആർട്ട് വർക്കാണ്. ഗംഭീര ആർട്ട് വർക്കാണ്. ആ ആർട്ട് വർക്കൊക്കെ കൃത്യമായിട്ട് എന്താ പറയുക, അഖിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. എഡിറ്റിങ്ങും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ പോർഷനൊക്കെ നമുക്ക് രസമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഭയങ്കരമായ ലെങ്ത്ത് സിനിമയുടെ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. 2.25 മണിക്കൂറിന് മുകളിലുണ്ട്. ഈ പഴയ കാലഘട്ടം കുറേയും കൂടി കട്ട് ചെയ്ത് ക്രിപ്സ് ചെയ്ത് നമുക്ക് മനസ്സിലാവാനാണല്ലോ ആ സീൻ എടുത്ത് കാണിക്കുന്നത്. നമുക്ക് മനസ്സിലായാൽ മതി. ആ മനസ്സിലാകാവുന്ന രീതിയിൽ അതൊന്ന് കട്ട് ചെയ്ത് ക്രിപ്സ് ചെയ്തിരുന്നെങ്കിൽ പ്രസൻറ്റിലെ കുറേ കോമഡികൾ കൂടി ആഡ് ചെയ്ത് വന്നിരുന്നെങ്കിൽ സിനിമ 1ഉം 2ഉം പോലെ തന്നെ ഇതിങ്ങനെ നിൽക്കുമായിരുന്നു. അവിടെ നമുക്ക് കുറച്ച് അടിയെ പറ്റിയിട്ടുണ്ട് സിനിമ അണിയറ പ്രവർത്തകർക്ക്. സിനിമ മോശമാണെന്നല്ല, പിന്നെ ഈ സിനിമ ഒരു എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ടൊരു ഫിനിഷിലല്ല കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. സിനിമ അവസാനിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന പോലെ തന്നെയാണ്. സെക്കൻഡ് ഭാഗമുണ്ട്, ഓഫ് കോഴ്സ് സെക്കൻഡ് ഭാഗമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇൻ്റർവെല്ലിൽ നമ്മൾ ഇറങ്ങുന്ന ഒരു പ്രതീതിയാണ് ഈ സിനിമ മൊത്തം കഴിഞ്ഞിറങ്ങുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ഹാഫ് നമ്മൾ കാണണമല്ലോ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരാനുണ്ട്. ആട് 3യുടെ 2ാം ഭാഗം. അപ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ്. ഒരു പക്ഷേ കൂടുതൽ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ ഭയങ്കര നിരാശരായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ തമാശയുടെ എലമെൻറ്റ്സ് കുറഞ്ഞു പോയതിൻ്റെ തന്നെയാണ്. കുറേ ചളി കോമഡികൾ നമ്മൾ മിസ്സായി പോകുന്നൊരു 10 വർഷത്തിന് ശേഷം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ കഥാപാത്രങ്ങൾ തിരിച്ചു വരുവാണല്ലോ. അപ്പോൾ നമുക്കത് മിസ്സാവുമ്പോൾ നമുക്ക് കുറേ കൂടി നിരാശരാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നെഗറ്റീവ്സ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. സിനിമ മോശമല്ല, അത് ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ.